അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹദീസ് പഠനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ. അൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത വളരെ ശ്രദ്ധേയമായ പ്രസിദ്ധമായ ഹദീസാണ് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഉത്തമൻ ഖുർആൻ പഠിച്ചവനും ആ ഖുർആനെ പഠിപ്പിച്ചവനുമാണ് എന്നത്. ഏറ്റവും ഉത്തമനായ വിദ്യാർത്ഥി ആര്, ഏറ്റവും ഉത്തമനായ അധ്യാപകൻ ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഏറ്റവും ഉത്തമനായ വിദ്യാർത്ഥി എന്നാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ഏറ്റവും ഉത്തമനായ അധ്യാപകൻ എന്നാണ്. കാരണം ഖുർആൻ ജീവിതത്തിന്റെ വഴികാട്ടിയാണ്. ഈ ഭൂമിയിലെ ജീവിതത്തിൽ മാത്രമല്ല, ഇതിനപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന മരണാനന്തര ജീവിതത്തിലും എങ്ങനെയാണ് നമ്മൾ വിജയിക്കേണ്ടത് എന്ന് നമുക്ക് വഴി കാണിച്ചു തരുന്ന സന്മാർഗത്തിന്റെ ജീവിത വിജയപാതയുടെ എല്ലാ വിശദാംശങ്ങളും നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം. ആ ഗ്രന്ഥം ഏറ്റവും നന്നായി പഠിക്കുക എന്നതിനോളം ഉത്തമമായ മറ്റൊരു കർമ്മമില്ല. അത് പഠിപ്പിക്കുക എന്നതുപോലെ ശ്രേഷ്ഠമായ മറ്റൊരു കർമ്മവുമില്ല. ഖുർആൻ പഠിക്കുന്നത് വിവിധ രൂപത്തിലുണ്ട്. ഖുർആൻ പാരായണം ചെയ്യാൻ ഏറ്റവും നന്നായി തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ പഠിക്കുക എന്നതാണ് അതിലൊന്ന്. വളരെ ശ്രേഷ്ഠമായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. ഒരിക്കലും എവിടെയും തെറ്റാതെ അക്ഷരശുദ്ധിയും നിയമങ്ങളും എല്ലാം പാലിച്ചുകൊണ്ട് നന്നായി ഖുർആൻ പാരായണം ചെയ്യാൻ പഠിക്കുക. ഇന്ന് നമുക്ക് അതിനൊരുപാട് വഴികളുണ്ട്. വളരെ നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളുടെ, പ്രസിദ്ധരായ ഖാരികളുടെ ഖിറാഅത്തുകളിലൂടെ നമുക്ക് ഇന്ന് യൂട്യൂബിന്റെ സഹായത്തോടെ തന്നെ, ഉപകരണങ്ങളുടെ സഹായത്തോടെ തന്നെ നന്നായി പഠിക്കാനും നല്ല രാഗത്തിൽ, ഈണത്തിൽ പാരായണം ചെയ്യാനും കഴിയും. ശ്രമിച്ചാൽ തീർച്ചയായും ഇത് സാധ്യമാകുമെന്നതിന് എത്രയോ സാക്ഷികൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഖുർആൻ പഠനത്തിന്റെ രണ്ടാമത്തെ രീതി എന്നത് ഖുർആൻ കാണാതെ പഠിക്കുക, ഹാഫിളുകളായി മാറുക എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ ആദ്യ സൂക്തമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുതൽ അവസാന സൂക്തമായ മിനൽ ജിന്നത്തി വന്നാസ് വരെ 604 പേജും വളരെ നന്നായി കാണാതെ പഠിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ അതിശ്രേഷ്ഠമായ പദവിയിലേക്ക് എത്തുക എന്നതാണ് രണ്ടാമത്തെ രീതിയെങ്കിൽ, മൂന്നാമത്തെ രീതി എന്നത് ഖുർആൻ ആശയങ്ങളിലൂടെ പഠിച്ചു മുന്നോട്ട് പോവുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ പാരായണവും കാണാതെ പഠിക്കലും എന്നതോടൊപ്പം ഖുർആന്റെ ആശയങ്ങളിലൂടെ ഊളിയിട്ടിറങ്ങി വളരെ മനോഹരമായി ഖുർആനെ മനസ്സിലാക്കി ഖുർആനെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോവുക എന്നതാണ്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്നതും ശ്രദ്ധേയമാണ്. താൻ അള്ളാഹുവിലേക്ക് യാത്രയാവുന്ന സമയത്ത്, അക്രമികളാൽ കൊല്ലപ്പെടുന്ന സമയത്ത് പോലും അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്തിരിക്കുകയായിരുന്നു. ഖുർആനെ അത്രമേൽ സ്നേഹിച്ച ഒരു സഹാബി. നമ്മളും വിശുദ്ധ ഖുർആനെ നന്നായി പഠിക്കാൻ തയ്യാറാവണം, അത് നന്നായി പഠിപ്പിക്കാനും തയ്യാറാവണം. പഠിക്കുക, പഠിപ്പിക്കുക എന്നത് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മാ കാന ലി ബശരിൻ അൻ യുഅ്തിയഹുല്ലാഹുൽ കിതാബ വൽ ഹുക്മ വൻ നുബുവ സുമ്മ യഖൂലു ലിന്നാസി കൂനു ഇബാദൻ ലി മിൻ ദൂനില്ലാഹ് വലാകിൻ കൂനു റബ്ബാനിയീന ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുൻതും തദ്റുസൂൻ. ഒരാൾക്ക് അള്ളാഹു വേദ പുസ്തകവും യുക്തിജ്ഞാനവും പ്രവാചകത്വവും നൽകുക, എന്നിട്ട് അയാൾ ജനങ്ങളോട് നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളാവുന്നതിന് പകരം എന്റെ അടിമകളാവുക എന്ന് പറയുക. ഇത് ഒരു മനുഷ്യനിൽ നിന്നും ഒരിക്കലും സംഭവിക്കാവതല്ല. മറിച്ച് അയാൾ പറയുക, നിങ്ങൾ വേദപുസ്തകം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ കളങ്കമേശാത്ത ദൈവഭക്തരാവുക എന്നായിരിക്കും. റബ്ബാനികളാവാൻ അള്ളാഹു ആഹ്വാനം ചെയ്യുന്ന സൂക്തമാണിത്. എങ്ങനെ റബ്ബാനികളാകണം? ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുൻതും തദ്റുസൂൻ. നിങ്ങൾ പഠിപ്പിക്കുന്ന വേദഗ്രന്ഥത്തിനനുസരിച്ച്, നിങ്ങൾ പഠിക്കുന്ന വേദഗ്രന്ഥത്തിനനുസരിച്ച്. ഇവിടെ പഠിപ്പിക്കുക എന്നതിനെയാണ് അള്ളാഹു മുന്തിച്ച് പറഞ്ഞത്. പഠിപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായി പഠിക്കണമല്ലോ. ശേഷം അതും പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പഠിക്കണം, ഏത് വിധേനയും പഠിക്കാൻ തയ്യാറാവണം. നമുക്കിന്ന് ഒട്ടേറെ
ഒട്ടേറെ സംവിധാനങ്ങളുണ്ട്. ഗുരുമുഖത്തു നിന്ന് പഠിക്കാം. അതോടൊപ്പം അതിന് സാധ്യമാകാത്തവർക്ക്, അതിന് സമയം കിട്ടാത്തവർക്ക്, ഖുർആൻ പഠന കേന്ദ്രങ്ങളിൽ പോയിരുന്ന് പഠിക്കാൻ തന്റെ സാഹചര്യം അനുവദിക്കാത്തവർക്ക് ഓൺലൈനിലൂടെ അതല്ലെങ്കിൽ യൂട്യൂബിലെ ക്ലാസ്സുകളിലൂടെ എല്ലാം വിശുദ്ധ ഖുർആൻ പഠിക്കാൻ കഴിയും. ഖുർആൻ പഠനത്തിന്റെ വലിയൊരു പ്രത്യേകത ഏത് പ്രായക്കാർക്കും എപ്പോഴും തുടങ്ങാവുന്ന പഠനം എന്നത് കൂടിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ ഗൗരവത്തിൽ പറഞ്ഞ ഉത്തമനായ വിദ്യാർത്ഥിയായി ഖുർആൻ പഠിച്ചുകൊണ്ട് മാറുക, ഉത്തമനായ അധ്യാപകനായി അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് പകർന്നുകൊണ്ട് മാറുക. അങ്ങനെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് സ്വയം വിധേയമാക്കുക. അങ്ങനെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് വിശുദ്ധ ഖുർആൻ മുഖേന എത്തിച്ചേരുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.